NCP കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തർക്കം. എലത്തൂരിൽ മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പ്രമേയം സ്ഥാനാർത്ഥിയെ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കുമെന്ന വാദം മന്ത്രി AK ശശീന്ദ്രൻ ജില്ലയിൽ ഉണ്ടായിട്ടും യോഗത്തിന് എത്തുകയും ചെയ്തില്ല. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നു. അഞ്ജന, തർക്കത്തിനൊടുവിൽ എന്ത് സംഭവിച്ചു? NCPയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം അല്പം മുമ്പാണ് ചേർന്നിരുന്നത്. ജില്ലയിലെ 13 മണ്ഡലങ്ങൾ കമ്മിറ്റികളുടെയും അംഗങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു. ആ യോഗത്തിന് ശേഷമാണ് ഇപ്പോൾ പരസ്യമായി നേതാക്കളും പ്രവർത്തകരും ഒക്കെ തമ്മിലടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നതിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഈ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവുകയായിരുന്നു. നേരത്തെ തന്നെ എലത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടത് AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് തന്നെ ചില അസ്വാരസ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അത് പരിഹരിക്കാമെന്നാണ് ഇന്നിപ്പോൾ യോഗം ചേർന്നത്. ഈ യോഗത്തിൽ ഒരു കമ്മിറ്റി അംഗം ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അത് ജില്ലാ പ്രസിഡന്റായ മുക്കം മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കി തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രമേയം അവതരിപ്പിച്ചത്. 86 പേരാണ് ഇന്നത്തെ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. അതിൽ 3 പേരൊഴികെ 83 പേരും ഈ ഒരു പ്രമേയത്തെ അംഗീകരിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ ഈ AK ശശീന്ദ്രന്റെ അനുകൂലികളും അദ്ദേഹത്തെ എതിർക്കുന്നവരും തമ്മിലാണ് ഏതായാലും തർക്കം ഉണ്ടായിരിക്കുന്നത്. അത് അവർ പറയുന്നത് ഈ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇത്തരം തീരുമാനിക്കേണ്ടത്. ഈ പ്രമേയം ഏതായാലും പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് കൈമാറുമെന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത്. നാളെയാണ് NCP